നമസ്കാരം. റേക്കിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഠന മേഖലയാണ് ഓറയും ചക്രങ്ങളും. രോഗം ആദ്യമേ തന്നെ പ്രത്യക്ഷപ്പെടുന്നത് ഓറയിലാണ്. പിന്നീടാണത് ഭൗതിക ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഒരാളുടെ ഓറ, സൂക്ഷ്മ ശരീരം ആരോഗ്യമുള്ളതാണെങ്കിൽ ആ വ്യക്തിയിൽ രോഗപ്രതിരോധ ശക്തി കൂടുതലായിരിക്കും. ഇപ്പോൾ വലിയ മരുന്നുകളൊന്നും തന്നെ ഉപയോഗിക്കാതെ തന്നെ എല്ലാ തരത്തിലുള്ള രോഗങ്ങളെയും സുഖപ്പെടുത്താൻ സാധിക്കും സ്വമേധയാ തന്നെ റേക്കി വഴി. ഓറയും ചക്രങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് പ്രാണശക്തിയെ സ്വീകരിച്ച് ഊർജം, വൈറ്റൽ ഫോഴ്സ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു മെയിൻ ജനറേറ്ററാണ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ വയറിങ്ങാണ് ഓരോ ഓർഗാൻസിലേക്കും ഈ വൈറ്റൽ ഫോഴ്സിനെ പ്രയാണം ചെയ്യിക്കുന്ന കേബിളുകളാണ്, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഫൈബർ പോലുള്ള നാരുകളാണ്, വയറിങ്ങാണ് നമ്മുടെ ഈ സൂക്ഷ്മ ശരീരം അഥവാ ഓറ എന്ന് പറയുന്നത്. ഏറ്റവും എളുപ്പത്തിൽ ലളിതമായി മനസ്സിലാക്കാവുന്ന ഓറയുടെ ഒരു ഭാഗമാണ് ഭൗതിക ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഈതറിക് ടെംപ്ലേറ്റ് ലെവൽ, അതായത് പ്രാണമയ കോശം എന്നാണ് അതിനെ പറയുന്നത്. ഈതറിക് ടെംപ്ലേറ്റ് ലെവലിന് ഏതാണ്ട് കൊബാൾട്ട് ബ്ലൂ നിറമാണ് ഉള്ളത്. 4 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെ പുറത്തേക്ക് വ്യാപിച്ചു നിൽക്കുന്ന ദൃശ്യഗോചരമായിട്ടുള്ള ഒരു ശരീരം, ഈതർ ബോഡി. കാലിൻ്റെ പെരുവിരൽ മുതൽ സഹസ്രാരം വരെ ഉച്ചി വരെ വ്യാപിച്ചു നിൽക്കുന്ന ദൃശ്യഗോചരമായ ഒരു ലിംഗശരീരം നിനക്കുണ്ട് എന്ന് വേദം പഠിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ദൃശ്യഗോചരമായിട്ടുള്ള ഈ ലിംഗശരീരത്തെയാണ് ഓറ, ബയോപ്ലാസ്മിക് ബോഡി, വൈറ്റൽ ചാനലൈസേഷൻ ഡിവൈസ് എന്നൊക്കെ പറയുന്ന സൂക്ഷ്മ ശരീരം. അപ്പോൾ 4 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെ വ്യാപിച്ചു നിൽക്കുന്ന ഓറയുടെ ബ്ലൂ പ്രിൻ്റ്, ശരീരത്തിൻ്റെ തന്നെ തനത് രൂപം തന്നെയാണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അതിലുണ്ടാകുന്ന വിള്ളലുകളും വിടവുകളും പോറലുകളും മീൻസ് ഇമോഷണൽ ട്രോമാസ്, അതുപോലെ തന്നെ ക്രോണോളജിക്കൽ ആയിട്ടുണ്ടാകുന്ന സംഭവവികാസങ്ങൾ, അതുപോലെ തന്നെ ഒരു വ്യക്തി നേരിടുന്ന സ്ട്രഗിളിങ്സ്, ഇല്ലെങ്കിൽ സർവൈവൽ ആയിട്ടുള്ള മൂമെൻറ്റ്സ് എല്ലാം തന്നെ ഈ ഓറയിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അപ്പോൾ ഇതിനെ സുഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഈതറിക് ടെംപ്ലേറ്റ് കൊബാൾട്ട് ബ്ലൂ കളറിലുള്ള അത് ഏതാണ്ട് മിനിറ്റിൽ 4 മുതൽ 12 വരെ ഡിനോണേഷൻസാണ് പ്രപഞ്ചത്തിലേക്ക് ഇങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 4 മുതൽ 12 ഡിനോണേഷൻസ് ഒരു മിനിറ്റിൽ സംഭവിക്കുന്നതാണ് പൂർണ്ണമായിട്ടുള്ള ഈതറിക് ടെംപ്ലേറ്റ് ബോഡി എന്ന് പറയുന്നത്. അങ്ങനെ സ്പന്ദിച്ചാൽ മാത്രമാണ് ഒരാൾക്ക് ഊർജപ്രവാഹം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ചക്രങ്ങൾ വഴി മൂല സ്വാധിഷ്ഠാന ചക്രത്തിൽ എത്തുന്ന ആ വൈറ്റൽ ഫോഴ്സ് ഈ ഈതറിക് ടെംപ്ലേറ്റിലേക്ക് നിറയുകയും ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലേക്കും അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുകയുള്ളൂ. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കാത്തത് കൊണ്ടാണ് ഒരാൾ രോഗിയാകുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നത്, ഇല്ലെങ്കിൽ പോവർട്ടി, ദാരിദ്ര്യം, ഇല്ലെങ്കിൽ പണമില്ലായ്മ, ഇല്ലെങ്കിൽ ചില തരത്തിലുള്ള വിക്ടീംസ് ആയിത്തീരുന്ന അവസ്ഥകളെല്ലാം സംജാതമാകുന്നത് ഈ ഈതറിക് കൊബാൾട്ട് ബ്ലൂ ആയിട്ടുള്ള ഈതറിക് ടെംപ്ലേറ്റിൻ്റെ പ്രവർത്തന സാമർഥ്യ മികവ് വ്യക്തിയിൽ സംഭവിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ റേക്കി ചെയ്ത് കഴിയുമ്പോൾ ഈതറിക് ടെംപ്ലേറ്റ് ലെവലിനെ നമുക്ക് എനർജൈസ് ചെയ്യാൻ സാധിക്കും, അതിനെ ഉത്തേജിപ്പിക്കാൻ സാധിക്കും, അതിൻ്റെ ഡിനോണേഷൻസ് റെക്ടിഫൈ ചെയ്തെടുത്ത് പ്രകൃതി താളത്തിലേക്ക് ഇതിനെ ശ്രുതി ഇണക്കാൻ സാധിക്കും. അങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് ഊർജം, പ്രാണശക്തി സ്വീകരിക്കാനുള്ള ഒരു കഴിവിലേക്ക് ഈ ഈതറിക് ടെംപ്ലേറ്റ് വളരുകയും അതുവഴി വലിയ അച്ചീവ്മെൻറ്റ്സ് ഒരാൾക്ക് നേടിയെടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഈതറിക് ടെംപ്ലേറ്റ് ലെവലിനെ
ആക്ടിവേറ്റ് ചെയ്യാനുള്ള റേക്കിയിലുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മാർഗം അത് ധ്യാന പരിശീലനത്തിലൂടെ തന്നെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ റേക്കി ഇൻവോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ കൈവെള്ളകളിലുള്ളിൽ ഇതിനിടയിലൊരു പുള്ളിങ് ആൻഡ് പുഷിങ് സെൻസേഷൻ അനുഭവപ്പെടും. അപ്പോൾ ഇങ്ങനെ അനുഭവപ്പെടുന്ന ഇതിന് ഒരു മാഗ്നറ്റിക് കാന്തിക വലയം, ആ കാന്തം ഇങ്ങനെ ആകർഷിക്കുന്നത് പോലെ നമുക്ക് കൈവെള്ളകളിൽ ഇതിങ്ങനെ അനുഭവപ്പെടും. ഇതിങ്ങനെ നമുക്ക് കൂട്ടിമുട്ടിക്കാൻ സാധിക്കും. വേറൊരു വ്യക്തിയുടെ ശരീരത്തിലെ ഈ ഏതൊരു ടെംപ്ലേറ്റിനെ നമുക്ക് സ്പർശിക്കാനും അതിനെ അതിലുള്ള മാലിന്യങ്ങളെ അവിടെ നിന്ന് മാറ്റിക്കളയാനും റേക്കി വഴി സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ റേക്കി ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇമ്മൻസ് പവർ ഒരാൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഏതൊരു ടെംപ്ലേറ്റ് ലെവലിനെ റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. അതുവഴി ഭൗതിക രോഗവും, അതായത് ഫിസിക്കൽ ഇൽനെസ്സും അതുപോലെ തന്നെ മെൻ്റൽ ഇൽനെസ്സും അതുപോലെ തന്നെ സ്പിരിച്വൽ വെൽബീയിങ്സും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനുള്ള ഏറ്റവും ഇതായിട്ടുള്ള മാർഗം റേക്കി ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അല്പസമയം ഇങ്ങനെ ശാന്തമായിട്ടിങ്ങനെ ഇരുന്നതിന് ശേഷം ഏതൊരു ടെംപ്ലേറ്റിൻ്റെ ആ ഡിനോണേഷൻസ് ഇങ്ങനെ 4 മുതൽ 12 ഡിനോണേഷൻസ് വരെ 1 മിനിറ്റ് സമയം കണ്ടെത്തുക. ആ സമയം ചാൻറ്റ് ചെയ്യുക. ഹേലോ കീലോ മാനാഹോൽ സേഹി സോഹം ഹേലോ കീലോ മാനാഹോലോ സേഹി സോഹം ഹേലോ കീലോ മാനാഹോലോ സേഹി സോഹം ഹേലവ കീലവ മാനാഹോലോ സേഹി സോഹം ഹേലോ കീലോ മാന ഹോലോ സേഹേക്കി സോഹം. ഒരു പോളിനേഷ്യൻ സോങ് ആണ് ഗോത്രവർഗ്ഗക്കാരുടെ. ഇത് റേക്കിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു റെയിൻബോ റേക്കിയുടെ ഒരു മെഡിറ്റേഷണൽ പ്രാക്ടീസാണ്. അപ്പോൾ ഇതിങ്ങനെ നിരന്തരമായിട്ട് ആവർത്തിച്ചിങ്ങനെ ചാൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ, ആ സറൗണ്ടിങ്സിലെ ഒരു പാരഡൈം, ഒരു ഷിഫ്റ്റിംഗ് സംഭവിച്ച് അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള പോസിറ്റീവ് എനർജിയുടെ സംജാതനം അവിടെ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒരാൾക്ക് ആൻറ്റിബയോട്ടിക് വേണമെങ്കിൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ സൂക്ഷ്മ രൂപം നമുക്ക് ഡീപ്പ് ബ്രീത്തിൽ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. നിങ്ങളത് പരിശീലിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ചില രീതിയിലുള്ള വസ്തുക്കൾ, നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള വസ്തുക്കളുടെ ഗന്ധത്തെ മെല്ലെ ഇങ്ങനെ സ്വാംശീകരിക്കുക ശ്വാസത്തിലൂടെ. ഇപ്പം മഞ്ഞളിൻ്റെ ഗന്ധം, ടർമറിക്സ്, വളരെ പ്രതിരോധശേഷി ഉണ്ടാക്കുന്ന ഒരു ഔഷധ വീര്യമുള്ള ഒരു സർവ്വസാധാരണമായി ഉപയോഗിച്ച് വരുന്ന ഒരു ഇതാണ് മഞ്ഞൾ, ടർമറിക്ക് പറ്റി. നിങ്ങളിങ്ങനെ ഇത് ചാൻറ്റ് ചെയ്തിട്ട് ഹേലോ കീലോ മാന ഹോലോ സേ കി സോഹം ചാൻറ്റ് ചെയ്തിട്ട് മഞ്ഞളിൻ്റെ ഗന്ധത്തെ മെല്ലെ ഇങ്ങനെ സ്വാംശീകരിക്കുക ശ്വാസത്തിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും സറൗണ്ടിങ്സിന് ഇങ്ങനെ മഞ്ഞളുടെ ഗന്ധം ഇങ്ങനെ പരന്നു വന്നുകൊണ്ടിരിക്കും. ഇനി രോഗിയാണെങ്കിൽ ആൻറ്റിബയോട്ടിക് വേണോ, പെൻസിലിൻ്റെ ഗന്ധം നിങ്ങൾക്ക് ഇങ്ങനെ സ്വാംശീകരിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്കത് അനുഭവപ്പെടും. അതുപോലെ തന്നെ മണിയാണോ, പണത്തിൻ്റെ സ്കേഴ്സിറ്റിയാണ്, ഡീപ്പ് ബ്രീത്തിങ്ങിന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചാൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡീപ്പ് ബ്രീത്തിങ്ങിന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പുതിയ കറൻസി, അതിനൊരു സ്മെല്ലുണ്ടല്ലോ, പ്രത്യേക സുഗന്ധമുണ്ട്, അതിൻ്റെ ഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനുള്ള മന്ത്രങ്ങൾ പോലെയായിട്ട് നിങ്ങൾക്ക് 1,00,000 രൂപ ഒരു ആവശ്യമുണ്ടോ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പേരെഴുതുക, നിങ്ങളുടെ നിങ്ങളുടെ പേരെഴുതുക, ഏണിങ് 1,00,000 rupees പെർ മന്ത്. നിങ്ങളുടെ പേരെഴുതിയിട്ട് ഏണിങ് 1,00,000 rupees പെർ മന്ത്. അല്പസമയം ഇങ്ങനെ ധ്യാനത്തിൽ നിന്നിട്ട് ഏതൊരു ടെംപ്ലേറ്റിലൂടെ ഇങ്ങനെ ഇൻഹെയിൽ ചെയ്തെടുക്കുക. അപ്പോൾ അത് പിന്നീട് അത് പദാർത്ഥ ലോകത്തിൽ പിറവി കൊള്ളുന്നു. അപ്പോൾ ഏത് വസ്തു ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ സൂക്ഷ്മ രൂപം ആദ്യം വിരിഞ്ഞതിന് ശേഷമാണ് അത് പദാർത്ഥ ലോകത്തിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് റേക്കി.